മഞ്ചേരി ടൗൺ ഹാളിൽ ഒ.പി. തുടങ്ങാനുള്ള സൗകര്യങ്ങൾ നഗരസഭ ഒരുക്കണമെന്ന് LDF അംഗങ്ങൾ വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. ഇതിനാവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കാൻ വൈകരുതെന്നും ആവശ്യം. മറുപടി ചോദിച്ചു DMO തയ്യാറാണ് ആവശ്യം വന്നു. അതിൽ നിന്ന് അടിയന്തരമായിട്ട് കൗൺസിൽ വിളിച്ചു ചേർത്തു. പക്ഷെ ഇതിന്റെ മുൻകാലങ്ങളിൽ ബഹുമാനപ്പെട്ട ചെയർപേഴ്സൺ മുസ്ലിം ലീഗ് നേതൃത്വം എന്താ പറഞ്ഞിരുന്നത്, 2016 ഒരു കത്ത് വന്നിട്ടില്ല, അങ്ങനെ ഒരു ഓർഡർ ഇല്ല. അങ്ങനെ പിന്നെ ആ സർക്കാർ സംസ്ഥാനത്തെ 15 ജില്ലാ ജനറൽ ആശുപത്രികൾ ഏറ്റെടുക്കാൻ തദ്ദേശ സ്ഥാപനങ്ങളോട് പറയുമ്പോൾ അങ്ങനെ കത്തില്ല എന്ന് പറഞ്ഞ് ഒളിച്ചോടുന്ന സമീപനായിരുന്നു ബഹുമാനപ്പെട്ട ചെയർപേഴ്സൺ ഉണ്ടായിരുന്നു. എന്നാൽ ആ കത്ത് അന്നേ 2 വർഷം പറയുന്നത് CBI ഉൾപ്പെടെ മാധ്യമങ്ങൾ പറയുന്നത് വാസ്തവമാണ് എന്നുള്ളത് ഇത് തെളിയിക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്. പ്രത്യേകം കൗൺസിൽ ചേർന്ന് ആ കത്തിന്റെ ബേസ് ചെയ്തിട്ട് തന്നെ ആ കത്തിനെ അടിവരയിട്ടുകൊണ്ട് തന്നെയാണ് DMO ചോദിച്ചിട്ടുള്ളത്. അതിന് മറുപടിയാണ് കൗൺസിൽ തന്നെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ചെയർപേഴ്സൺ നമ്മൾ മഞ്ചേരിയിൽ ജനങ്ങളോട് ഇത്രയും കാലം 8 വർഷത്തോളം ഈ ആശുപത്രി വൈകിപ്പിച്ചതും ഇങ്ങനെ ആശങ്കയിലേക്കുള്ളതിന് നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടാക്കുന്ന രൂപത്തിലത് ഒരു ആദിയിലേക്ക് അല്ലെങ്കിൽ ആശങ്കയിലേക്ക് മാറ്റുന്നതിന് ചെയർപേഴ്സണും ഇവിടുത്തെ മുസ്ലിം ലീഗ് നേതൃത്വം മഞ്ചേരിക്കാരുടെ പൊതു ജനങ്ങൾക്ക് മാപ്പ് പറയണമെന്നാണ് പറയാനുള്ളത്. കാരണം ഞങ്ങൾക്ക് വന്നിട്ടുള്ള വീഴ്ചകൾ അത് ഒരു പിന്നെ സമ്മതിക്കാതെ അതൊക്കെ രാഷ്ട്രീയത്തിന്റെ പേരിൽ കേവലം പിന്നെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആരോപണങ്ങൾ ഉന്നയിച്ച് തടി തപ്പുന്ന സമീപനം വരെ നാളുകൾ സമീപിച്ചിരുന്നത്. ഇനിയത് പറ്റില്ല. ജനം എല്ലാം തിരിച്ചറിഞ്ഞിട്ടുണ്ട്. സർക്കാർ എല്ലാ തദ്ദേശ സ്ഥാപനങ്ങൾക്കും വിട്ടുകൊടുക്കുമ്പോൾ മഞ്ചേരിക്കും അത് ബാധകമാണ്. നമുക്ക് വന്നിട്ടുള്ള വീഴ്ചകൾ അന്നേ സർക്കാർ 2013 ഉമ്മൻചാണ്ടി സാറിന്റെ കാലത്ത് ഈ ജില്ലാ ജനറൽ ആശുപത്രി മെഡിക്കൽ കോളേജായി അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ഇടതുപക്ഷം അല്ലെങ്കിൽ പാർട്ടിയും എല്ലാവരും ഉന്നയിച്ചിരുന്ന അല്ലെങ്കിൽ ഉന്നയിച്ചിരുന്ന കാര്യങ്ങൾ നമ്മുടെ ജില്ലാ ജനറൽ ആശുപത്രി നിലനിർത്തിക്കൊണ്ട് അമ്മയും കുഞ്ഞുങ്ങളുടെയും ജില്ലാ ജനറൽ ആശുപത്രി നിലനിർത്തിക്കൊണ്ട് മെഡിക്കൽ കോളേജ് മറ്റൊരു ഭാഗത്ത് തുടങ്ങാം. അതൊന്നും ചർച്ച ചെയ്യേണ്ട ആവശ്യം നമുക്കില്ല. ആ നിലപാടും ഇന്ന് ജനങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. നഗരസഭാ ഫണ്ടും MLA MP ഫണ്ടുകളും മറ്റും ഉപയോഗിച്ച ടൗൺ ഹാളിലും അനുബന്ധിച്ചുള്ള ഡൈനിംഗ് ഹാളിലും ഡോക്ടർമാരുടെ ക്യാബിനുകളും പരിശോധനാ സൗകര്യങ്ങളും ഫാർമസിയും പോലുള്ള അടിസ്ഥാന ആവശ്യങ്ങൾ പൂർത്തീകരിക്കണം. ജനറൽ ആശുപത്രിക്ക് പുതിയ കെട്ടിട സൗകര്യങ്ങൾ വരുന്നതുവരെ പ്രവൃത്തിക്ക് വിശദവും സമയബന്ധിതവുമായ പ്രൊജക്ട് റിപ്പോർട്ട് തയ്യാറാക്കി ആരോഗ്യവകുപ്പിന് സമർപ്പിക്കണമെന്നും LDF അംഗങ്ങൾ ആവശ്യപ്പെട്ടു. DMOയ്ക്ക് കത്തുകൊടുത്ത് ബാധ്യതയിൽ നിന്ന് ഒഴിഞ്ഞുമാറാൻ LDF അനുവദിക്കില്ലെന്നും വ്യക്തമാക്കി. വാർത്താസമ്മേളനത്തിൽ പ്രതിപക്ഷ നേതാവ് മരുന്നൻ സജിത് ബാബു, അഡ്വക്കേറ്റ് പ്രേമ രാജീവ്, AV സുലൈമാൻ, CP കരീം, ഷെറീന ജൌഹർ, AV റഷീദ് എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, മഞ്ചേരി. ആലീസൺ ഗോൾഡ് സൂക്കിൽ ഓഫറുകളുടെ പെരുമഴക്കാലം. AKGSMA ഒരുക്കുന്ന സ്വർണോത്സവം. ആലീസൺ ഗോൾഡ് സൂക്കിൽ നിന്നും പർച്ചേസ് ചെയ്യൂ, നേടൂ 2.25 കിലോ സ്വർണ്ണ സമ്മാനം.